പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ കീഴിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബികോമിന്റെ ഫസ്റ്റ് ഇയറിൽപ്പെട്ട പേപ്പറായ ബിസിനസ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. അതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിന്റെ അവസാന ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറിൽ വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ എന്നിവയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ പോയ വീഡിയോകളിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഏതെല്ലാം മേഖലകളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, പ്രാക്ടിക്കലായിട്ട് കമ്പ്യൂട്ടർ ഏതെല്ലാം മേഖലകളിലായിട്ട്, ഒരുപാട് മേഖലകളിൽ ഇന്ന് കമ്പ്യൂട്ടർ ഒഴിവാക്കാനാകാത്ത പർപ്പസാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിലായിക്കോട്ടെ, ഒരു ബിസിനസ്സിൻ്റെ കേസിലായിക്കോട്ടെ, ഒരു സ്ഥാപനങ്ങളുടെ കേസിലായിക്കോട്ടെ, ഓർഗനൈസേഷൻ്റെ കേസിൽ, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ന് വേൾഡിൽ കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിന് ഒന്നാമത് പറയുന്നത് ബിസിനസ് ഫീൽഡിലാണ് നമുക്ക് കമ്പ്യൂട്ടർ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്ക് ഇന്നൊക്കെ ഓൺലൈൻ രൂപത്തിലുള്ള ബിസിനസ് ഉണ്ട്. ഓൺലൈൻ അല്ലാത്ത ഓഫ്ലൈനായി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ പോലും അവരുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ്. ഇനി ഓൺലൈനായിട്ടുള്ള ബിസിനസ്സിന് എന്തായാലും കമ്പ്യൂട്ടർ മസ്റ്റാണ്. ഒരു കാലത്ത് നമ്മൾ പേപ്പർ വർക്ക് ചെയ്ത് കാര്യങ്ങൾ എഴുതി വെക്കുക എന്ന് പറയുന്ന പ്രയാസമാണ്. ഇന്ന് അതൊക്കെ സെക്കൻഡുകൾക്കകം നമുക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും ഭാവിയിൽ പരിശോധിക്കാനൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ സഹായിക്കുന്നുണ്ട്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പേറോൾ കാൽക്കുലേഷൻസ്, സ്റ്റാഫുകളുടെയും അവിടെയുള്ള ജീവനക്കാരുടെയൊക്കെ സാലറി, അലവൻസ്, ബോണസ്, കമ്മീഷൻ ഇതൊക്കെ എത്രയാണെന്നുള്ളത് ഓരോന്നിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പണ്ട് കാലത്തൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇന്നൊക്കെ കമ്പ്യൂട്ടറിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സെയിൽസ് അനാലിസിസ്, ഓരോ കാലഘട്ടത്തിലുള്ള സെയിൽസ് എത്രയുണ്ട്, ഓരോ മന്ത്ലി സെയിൽസ് എത്ര എന്നുള്ളത് നമുക്ക് അനാലിസ് ചെയ്യും. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഫണ്ട് എത്ര വേണമെന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. മാനേജിങ് എംപ്ലോയീസ്, അതേപോലെ തന്നെ നമുക്ക് ഡാറ്റാ ബേസുകൾ പ്രിപ്പയർ ചെയ്യാൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടുകൾ, സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡേ ബുക്കുകളാകാം, അതേപോലെ ടാലി ഉണ്ടാകാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് ലെഡ്ജറുകൾ, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് ഫീൽഡിൽ ഇന്ന് എന്ത് വേണം? കമ്പ്യൂട്ടർ വേണം. മുമ്പൊക്കെ ഇത് പേപ്പർലെസ്സായി എഴുതി വെക്കുക, അപ്പോൾ അതിന് ഒരുപാട് സമയമാണ്, ഒരുപാട് പ്രയാസം. വളരെ സിമ്പിളായിട്ട് ബിസിനസ് ഫീൽഡിൽ നമുക്ക് കമ്പ്യൂട്ടറുകൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ എത്ര പാർട്ണർമാരുണ്ട്, ഓരോരുത്തരും ഇറക്കിയ ക്യാപിറ്റൽ, അവർ വിഡ്രോ ചെയ്ത കാര്യങ്ങൾ, അവരുടെ ഡെപ്പോസിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ കാര്യത്തിലുണ്ടാവും. ഒരു കമ്പനി ബിസിനസ് ആണ്, കമ്പനിയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, അത് എങ്ങനെയാണ്, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് കമ്പ്യൂട്ടർ ഒരു ബിസിനസ് മേഖല, സ്മാൾ ബിസിനസ് ആയിക്കോട്ടെ, ലാർജ് ബിസിനസ് ആയിക്കോട്ടെ, മീഡിയം ബിസിനസ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നമുക്ക് ഇന്ന് കമ്പ്യൂട്ടർ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. രണ്ടാമത് നല്ല എഡ്യൂക്കേഷൻ മേഖലകളിൽ ഇന്ന് കമ്പ്യൂട്ടർ ഉണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിൽ, അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോളേജുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇന്ന് കമ്പ്യൂട്ടറുകൾ നമുക്ക് ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. കമ്പ്യൂട്ടർ ഒരു മുഖ്യ വിഷയമായിട്ട് തന്നെ സ്കൂൾ തല പഠനത്തിൽ ഒരു നിർബന്ധിത വിഷയമായി, പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ എന്താണ്, ഒരു മുഖ്യ വിഷയമായിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സബ്ജക്റ്റ് വിദ്യാർത്ഥികളിലേക്ക് എത്തുകയാണ്. അത് പ്രാക്ടിക്കലൈസ് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ സംവിധാനം പോലും എഡ്യൂക്കേഷൻ മേഖലയിലുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ അവരുടെ ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിന്റെ ഫുള്ള് ഡീറ്റെയിൽസ്, അവരുടെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, അവരുടെ സാലറി, അലവൻസ്, ബോണസ്, കമ്മീഷൻസ്, സ്കൂളിന്റെ ഇൻകംസ്, എക്സ്പെൻഡിച്ചർ, വരവ് ചെലവ് കണക്കുകൾ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്കൂളിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പേപ്പറിൽ എഴുതി വെക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാനും
പ്രൊജക്റ്റ് വർക്കുകൾ, സ്ഥാപനങ്ങളുടെയൊക്കെ പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യാനൊക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ പ്രോഗ്രസ് കാർഡുകൾ ഉണ്ടാക്കാനാകാം, മാർക്ക് ഷീറ്റുകൾ ഉണ്ടാക്കാൻ, ഇതൊക്കെ നമുക്ക് ഇന്ന് എന്താണ് കമ്പ്യൂട്ടറുകൾ അത്യാവശ്യമാണ്. പിന്നെ ബാങ്ക് മേഖലകളിലാണ് 24 മണിക്കൂറും ബാങ്ക് മേഖലയിൽ നമുക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യമാണ്. ഒരു ബാങ്കിൽ കയറിയാൽ നമ്മൾ ഏത് ബാങ്കിലാണെങ്കിലും കമ്പ്യൂട്ടർ ഇല്ലാത്ത ബാങ്കില്ല എന്നുള്ളതാണ്. ഒരു ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും, ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസുകൾ അല്ലെ, ഒരു ബാങ്കിലേക്ക് വരുന്ന ഡെപ്പോസിറ്റ് ആയാലും ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന ലോണുകളായാലും അത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ കുറികൾ ചിട്ടികളൊക്കെ വെക്കുന്നുണ്ട് ബാങ്കുകൾ. ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇതിലാണ്, കമ്പ്യൂട്ടറിലാണ്. മുമ്പൊക്കെ അതൊക്കെ പേപ്പറിൽ ഇങ്ങനെ എഴുതി പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. പുസ്തകത്തിൽ എഴുതി വെക്കുന്നതിന് പുറമെ എവിടെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറുകളുടെ. ഇതൊക്കെ ഒരു ബാങ്കിന്റെ ഫുള്ള് കാര്യങ്ങൾ, ആ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളായിക്കോട്ടെ, അവരുടെ ഫുള്ള് ഡീറ്റെയിൽസ് ഇന്ന് ആ ബാങ്കുമായി ആരെല്ലാം ഇടപാടുകൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും, വായ്പകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, ഗോൾഡ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാകാം, അതേപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാകാം, ചിട്ടികൾ കുറികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം എവിടെ വരുന്നുണ്ട്, ബാങ്കിൽ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ ഇപ്പൊ കേരളത്തിലുള്ള ഒരാള് അമേരിക്കയിലുള്ള ഒരാളുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഗൾഫിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ നമ്മൾ കമ്പ്യൂട്ടർ അത്യാവശ്യമാണ്. പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുമ്പോഴും ബിസിനസ്സുകളെ കണക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മുഖാന്തരം കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇമെയിൽ നമുക്ക് അയക്കാനൊക്കെ, സന്ദേശങ്ങളൊക്കെ അയക്കാം, ലെറ്ററിന് പകരം നമുക്ക് ഇമെയിലുകൾ അയക്കാനൊക്കെ കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചാറ്റ് ടൂള്, വാട്സപ്പ്, അതേപോലെ തന്നെ വീഡിയോ ഓഡിയോ കോൺഫറൻസുകളൊക്കെ നടത്താനും സോഷ്യൽ നെറ്റ്വർക്ക്, പല മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇത് കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ടാണ്. ഗൾഫിലുള്ള ആളുകളുമായി കേരളത്തിലെ ആളുകൾ തമ്മിലൊക്കെ ഒരുമിച്ചിരുന്ന് മീറ്റിംഗ് നടത്തുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തുന്നുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക്, അതേപോലെ തന്നെ വെബ് കോൺഫറൻസിങ്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻസിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലകളിലും കമ്പ്യൂട്ടറിൽ ഒഴിവാക്കാൻ, ആരോഗ്യ മേഖലകളിലൊക്കെ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, പ്രാഥമികാരോഗ്യം, അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ന് ഉണ്ട്. ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഹോസ്പിറ്റലിലുള്ള അവിടുത്തെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അവിടെ വരുന്ന രോഗികളുടെ പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്കുള്ള ടോക്കൺ പോലും കൊടുക്കുന്ന കാര്യങ്ങൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മുമ്പ് തന്നെ പേപ്പറിൽ എഴുതിയിട്ടാണ് കൊടുക്കുകയാണ്, അവിടെ റെക്കോർഡ് ചെയ്യുന്നത് എഴുതി വെക്കുകയാണ്. ഇന്ന് അതെന്താണ്, ടോക്കൺ കൊടുക്കുന്ന കാര്യങ്ങൾ പ്രിന്റ് രൂപത്തിൽ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുന്ന ഒരു സിസ്റ്റം വരെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ട്രാൻസാക്ഷൻസ്, ഒരു ഹോസ്പിറ്റലിന്റെ ഇൻകംസ് ആയിക്കോട്ടെ, എക്സ്പെൻസസ് ആയിക്കോട്ടെ, അവിടെ നൽകുന്ന രോഗികളുടെ വിവരങ്ങളായിക്കോട്ടെ, അവരുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾ, കാര്യങ്ങൾ, അതെല്ലാം എവിടെ വെക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിന്റെ സഹായമാണ്. അതേപോലെ തന്നെ എക്സ്റേ എടുക്കുന്നുണ്ട്, ECG എടുക്കുന്നുണ്ട്, സ്കാനിങ് എടുക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് വേണം, കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെയാണ് നയിക്കുന്നുണ്ട്. റേഡിയോ തെറാപ്പി ആയിക്കോട്ടെ, BP ചെക്ക് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ചികിത്സകളും ഓപ്പറേഷൻ വരെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോഗ്യ മേഖലകളിലും നമുക്ക് കമ്പ്യൂട്ടർ ഒഴിവാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള യൂസസ്, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നമ്മളിന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ അവന്റെ ഡെയിലി ലൈഫിൽ പല ആവശ്യങ്ങൾക്ക്, അവന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അവന്റെ ഇൻകം ആയിക്കോട്ടെ, എക്സ്പെൻസസ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ. അവന്റെ വർക്കുകൾ ചെയ്യുന്നത് വീട്ടിലിരുന്നിട്ട് പല ഹോം വർക്കുകൾ, ഹോം ബിസിനസ്സുകൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കമ്പ്യൂട്ടർ വീട്ടിൽ വെച്ചിട്ട് പുറത്തൊന്നും പോകാതെ അതിൽ വർക്ക് ചെയ്ത് മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്തിട്ടും അവന്റെ പ്രൊഡക്റ്റുകൾ സെയിൽസ് ചെയ്തിട്ടും, അതേപോലെ തന്നെ പല ടൈപ്പിംഗ് റൈറ്റിംഗ് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ വീട്ടിൽ നിന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രീതികളിലും വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൽ. പിന്നെ വരുന്നത് ഒന്നുണ്ട്, മിലിറ്ററി ആൻഡ് ഡിഫൻസ് മേഖലകളുണ്ട്. മിലിറ്ററി ആൻഡ് ഡിഫൻസ് മേഖല, ഈ മേഖലകളിൽ നമുക്ക് കമ്പ്യൂട്ടർ ഒഴിവാക്കാൻ പറ്റാത്ത കൺസ്ട്രക്ഷൻസ് ഓഫ് വെപ്പൺസ്, അല്ലെ, ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ലിങ്ക് വിത്ത് സോൾജിയേഴ്സ് ആൻഡ് കമാൻഡർമാരുമായിട്ടും സോൾജിയറുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനൊക്കെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ വരുന്നത് നമുക്ക് ഇൻഷുറൻസ് മേഖലകളിലാണ്. നമ്മളുടെ ഇൻഷുറൻസ് എടുത്ത ആളുകളുടെ ഫുള്ള് ഡീറ്റെയിലുകൾ, അതുപോലെ അവരുടെ ലോണുകൾ, അവരുടെ പ്രീമിയം, പോളിസിയുമായി ബന്ധപ്പെട്ട പ്രീമിയം അടക്കുന്നതൊക്കെ ഇന്ന് എന്താണ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നതാണ്. ഒന്ന് പറയുന്നത് മൾട്ടി ടാസ്ക് ആണ്. ഒരു സമയം തന്നെ ഒന്നിലധികം ടാസ്ക് വർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടർ സഹായിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു സമയത്ത് തന്നെ ട്രില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ്. കോടിക്കണക്കിനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഒരു സെക്കൻഡിൽ തന്നെ ലഭിക്കുന്നുണ്ട്. കോംപ്ലക്സ് കാൽക്കുലേഷൻ വിത്തിൻ സെക്കൻഡ്സ് ആണ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സമയം തന്നെ ഒന്നിലധികം ആളുകളുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടറുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ നമുക്ക് ഒരു സമയം തന്നെ ഇരുന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്പീഡ്, രണ്ടാമത് എന്താണ് സ്പീഡാണ്. പേപ്പർലെസ് വർക്കിനൊക്കെ അപേക്ഷിച്ച് കമ്പ്യൂട്ടർ വളരെ സ്പീഡായി നമുക്ക് വർക്ക് ചെയ്യാം. ബിസിനസ് ആയാലും ബിസിനസ് മേഖലകളിലും മറ്റു മേഖലകളിലുള്ള എല്ലാ വർക്കുകളും വളരെ സ്പീഡായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി, ഒരു വ്യക്തിയിൽ സൂക്ഷിക്കുന്നതിലൊരു അവൻ്റെ ബ്രെയിനിൽ പരിധിയുണ്ട്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നതിന് പരിധി, നമുക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഓഫ് സ്റ്റോറേജാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് കോസ്റ്റ് കുറയാണ്. പിന്നെ അക്യുറസി, കൃത്യനിഷ്ഠത ഉണ്ട് എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യത ഉണ്ടാവും. അതിൽ നമുക്ക് തെറ്റുകൾ വരുന്നില്ല. കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യം ഉണ്ടാവും. ഒരു വ്യക്തിയിലാവുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അബദ്ധങ്ങൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പേപ്പർലെസ് വർക്കിൽ അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷെ കമ്പ്യൂട്ടറിൽ ഒരിക്കലും എന്ത് വരില്ല, മിസ്റ്റേക്കുകൾ വരാൻ സാധ്യത. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ തെറ്റായാലാണ് മിസ്റ്റേക്ക് വരുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് റിസൾട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ട്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഒക്കെ ഉണ്ട്. ഹാക്കിങ്, അതേപോലെ തന്നെ ക്രാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതിനൊക്കെ സെക്യൂരിറ്റി ചെയ്യാനൊക്കെ പാസ്വേഡൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന് പറയുന്നത് റിഡക്ഷൻ എംപ്ലോയ്മെന്റ് ആണ്. തൊഴിലവസരങ്ങൾ ചെയ്യുന്നുണ്ട്. തൊഴിലവസരങ്ങൾ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർലെസ് വർക്ക് ആകുമ്പോഴാണ് ആളുകളുടെ ആവശ്യങ്ങൾ വരുന്നത്. 5 ആൾ ചെയ്യുന്ന ഒരു ജോലി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഒറ്റയ്ക്ക് ചെയ്യും. ചില പേപ്പർലെസ് വർക്കാണെങ്കിൽ അതിപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിയമിക്കേണ്ടി വരും എന്നതാണ്. ഇപ്പോൾ സ്ഥാപനത്തിന് തന്നെയാണ് വരവ് ചെലവ് കണക്കാക്കാൻ ഒരാളെ വെക്കേണ്ടി വരും. അതേപോലെ തന്നെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കാൻ വേറൊരാൾ വരേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഓരോ ആളുകൾ നമ്മൾ നിയമിക്കേണ്ട. കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ. അപ്പോൾ 3 തൊഴിലാളികളെ വെക്കേണ്ട സ്ഥാനത്തൊക്കെ മെഷീൻസ് വന്നു കഴിഞ്ഞാൽ അത് തൊഴിലാളികളുടെ ആവശ്യം വരുന്നില്ല എന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ലോസ് ഓഫ് പ്രൈവസി ആണ്. സ്റ്റോറിംഗ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ റിസ്ക് ആണ്. നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ അടക്കം മറ്റുള്ളവർ ഇതിൽ ക്രാക്ക് ചെയ്തുകൊണ്ടുണ്ട്, ഹാക്ക് ചെയ്തുകൊണ്ടുണ്ട്. നമ്മുടെ ഫോട്ടോസ് ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, നമ്മളുടെ പേരിൽ തന്നെ വ്യക്തിപരമായി വേറെ ആളുകൾ നമ്മുടെ പേര് വെച്ചിട്ട് തന്നെ വേറെ ആളുകൾ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ, ഇതെല്ലാ സംവിധാനങ്ങളും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ 100% കമ്പ്യൂട്ടർ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തന്നെയാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോകളും മറ്റുള്ളതും, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ പേര് വെച്ച് വേറൊരാളുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തൊക്കെ കമ്പ്യൂട്ടറുകളിൽ സംഭവിക്കുന്നതാണ്. പിന്നെ വൈറസ് ആൻഡ് ഹാക്കിംഗ് അറ്റാച്ച്മെന്റ് ആണ്. ഇതും കമ്പ്യൂട്ടറിന്റെ വൈറസ് ആൻഡ് ഹാക്കിംഗ് അറ്റാച്ച്മെന്റ്. അപ്പോൾ ഇമെയിലൊക്കെ വൈറസുകൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? അത് നമ്മുടെ വെബ്സൈറ്റിനെ മൊത്തമായിട്ട് നശിപ്പിച്ചു കളയും. നമ്മുടെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, വൈറസ് വന്നാൽ ഇതിനൊക്കെ നമ്മൾ വേണ്ടുന്ന ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ പരമാവധി ഉപയോഗിക്കണമെന്നുള്ള. അപ്പോൾ വൈറസുകൾ വന്നു കഴിഞ്ഞാൽ
നമ്മുടെ വിവരങ്ങൾക്ക് നശിപ്പിക്കാതെ ഹാക്കിങ്ങും ക്രാക്കിങ്ങും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ സൈബർ ക്രൈംസുകൾ അല്ലേ, സൈബർ ആയിട്ടുള്ള ഇന്ന് നമ്മൾ ക്രൈം, നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ മോശപ്പെട്ട കമാൻഡുകൾ അടിച്ചു കഴിഞ്ഞാലോ ആ വ്യക്തിയെ നിയമത്തിന് വരെ കൊണ്ടുവരാനുള്ള അവസ്ഥകൾ ഇന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യും അല്ലേ. പബ്ലിക്കായിട്ട് ഒരാളെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുക, മോശമായി എഴുതി ടൈപ്പ് ചെയ്യുക, അയാളെ പിന്തുടർന്ന് കുറിച്ച് അയാൾക്കെതിരെ കേസുകൾ എടുക്കാനുള്ള നടപടികൾ പോലും ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗം. നമ്മുടെ ഹെൽത്ത്, പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡ്, ഒരുപാട് സമയം കമ്പ്യൂട്ടർ ഓവർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് മെന്റലായിട്ട് പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കണ്ണിന് പ്രശ്നം വരുന്നുണ്ട്, കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ഇനി യൂണിറ്റ് 2 നമ്മൾ അവതരിപ്പിക്കും. ഈ സബ്ജക്റ്റിന് തന്നെ മറ്റുള്ള വിഷയങ്ങളുടെ ക്ലാസ്സുകളുണ്ടാവും. NSL, SSLC, +2 വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനുകളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അഡ്മിഷൻ ക്ലാസ്സുകൾ കോൺടാക്ട് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.